ഓരോ തവണയും കഴുത്തിലിങ്ങനെ ടൈ കെട്ടുമ്പോൾ മനസ്സിലൊരു സംശയം തോന്നാറുണ്ട്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ നീളമുള്ളൊരു തുണിക്കഷ്ണം കഴുത്തിൽ കെട്ടിത്തൂക്കുന്നതെന്ന്. അങ്ങനെ ഈ ടൈയുടെ പിറകിലെ ചരിത്രം തേടിപ്പോയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ചോരയുടെ മണമുള്ള ഒരു പഴയ കഥയാണ്. ഞാനിന്ന് പറയാൻ പോകുന്നതും ആ കഥയാണ്. ഈ കഥ തുടങ്ങുന്നത് 1618 യൂറോപ്പിലാണ്. അന്ന് ക്രിസ്തീയ മതത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു. മതത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള ആ സംഘർഷം ചെന്ന് നിന്നത് ഒരു വലിയ യുദ്ധത്തിലേക്കാണ്. യൂറോപ്പിലെ ഏകദേശം 20% ജനങ്ങളെ ഇല്ലാതാക്കിയ ആ ക്രൂരമായ യുദ്ധം നീണ്ടു നിന്നത് 30 വർഷത്തോളമാണ്. നമ്മൾ ഇന്ന് ഫാഷന് വേണ്ടി അണിയുന്ന നെക്ടൈയുടെ തുടക്കവും ചോര തളം കെട്ടിയ ആ യുദ്ധക്കളത്തിൽ നിന്നായിരുന്നു. അന്ന് ആ യുദ്ധത്തിൽ പങ്കുചേർന്ന ഫ്രഞ്ച് രാജാവായ ലൂയി 13 വേണ്ടി കൂലിപ്പട്ടാളമായി എത്തിയിരുന്നത് ക്രൊയേഷ്യയിൽ നിന്നുള്ള സൈനികരായിരുന്നു. ഇന്നത്തെ എലൈറ്റ് കമാൻഡോകളെ പോലെ അതിവേഗത്തിൽ ആക്രമിക്കാൻ കഴിവുള്ള ഉശിരുള്ള യുദ്ധ പോരാളികൾ. ആ സൈനികർക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാവരും അവരുടെ കഴുത്തിൽ ഒരു നീളൻ തുണി കെട്ടുമായിരുന്നു. ഓരോരുത്തരും ഓരോ നിറങ്ങളിലുള്ള തുണിയാണ് അവരുടെ കഴുത്തിൽ അണിഞ്ഞിരുന്നത്. തണുപ്പകറ്റാനും യുദ്ധക്കളത്തിലെ ചോരയും വിയർപ്പും തുടച്ചു നീക്കാനും അതിലുപരി അവർ മരണപ്പെട്ടാൽ അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുവാനും വേണ്ടി അവരുടെ ഭാര്യമാർ വേദനയോടെ കെട്ടിക്കൊടുത്തവയായിരുന്നു ആ തുണിക്കഷ്ണങ്ങൾ. യുദ്ധക്കളങ്ങളിൽ ചോരയും ചളിയും പുരണ്ടു നിന്നിരുന്ന ആ പട്ടാളക്കാരെ കണ്ട ഫ്രഞ്ച് രാജാവിൻ്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത് അവർ കഴുത്തിൽ അണിഞ്ഞിരുന്ന ആ തുണിക്കഷ്ണങ്ങളായിരുന്നു. ആ യുദ്ധവീരന്മാരുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ആ പരുക്കൻ തുണിയിൽ ഒരു സൗന്ദര്യം കണ്ട രാജാവ് ആ ശൈലി തൻ്റെ കൊട്ടാരത്തിലേക്കും പറിച്ചു നട്ടു. ക്രൊയേഷ്യൻ എന്ന വാക്കിൽ നിന്നും അതിന് ക്രാവറ്റ് എന്ന മനോഹരമായൊരു പേരും നൽകി. അങ്ങനെ ആ സൈനികരുടെ സർവൈവൽ കിറ്റ് പതിയെ പാരീസിലെ കൊട്ടാരങ്ങളിൽ പട്ടുനൂലിൽ നെയ്തെടുത്ത വലിയ ഫാഷൻ സിംബലായി മാറി. രാജകൊട്ടാരങ്ങളിൽ നിന്നും പ്രഭുക്കന്മാരിലേക്കും അത് വ്യാപിച്ചു. പിന്നീട് നൂറ്റാണ്ടുകൾക്കിപ്പുറം 1924 ജെസി ലാങ്സ്ഡോഫ് എന്ന തയ്യൽക്കാരൻ ആ ക്രാവറ്റിനെ നമ്മൾ ഇന്ന് കാണുന്ന നെക്ടൈ ആക്കി മാറ്റി. ആദ്യകാലങ്ങളിൽ തണുപ്പുള്ള രാജ്യങ്ങളിലായിരുന്നു ഈ ഫാഷൻ തരംഗമായിരുന്നത്. എന്നാൽ പിന്നീട് ഈ ശൈലി ലോകമെമ്പാടും വ്യാപകമായി. 40 ഡിഗ്രി ചൂടിൽ പോലും ഇതണിഞ്ഞ് ജോലിക്ക് പോകുന്നവർ നമുക്കിടയിലുണ്ട്. അതിന് കാരണം ഒരുപക്ഷെ ഇത് ധരിക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസമോ അതല്ലെങ്കിൽ അത് കാണുന്നവരിൽ ഉണ്ടാക്കുന്ന ആധികാരികതയോ കൊണ്ടാവാം. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പോലെ ഒരു അതോറിറ്റി ആൻഡ് ട്രസ്റ്റ് നമ്മളെപ്പോഴോ ഈ തുണിക്കഷ്ണത്തിന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു.